യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫരിസേയ മനോഭാവത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 36 മുതലുള്ള തിരുവചന ഭാഗം നമ്മളൊന്ന് കാണുകയാണ്. ഫരിസേയരിൽ ഒരുവൻ യേശുവിനെ വിരുന്നിന് ക്ഷണിക്കുകയാണ്. ഈശോ വിരുന്നിന് ക്ഷണം സ്വീകരിച്ച് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവരെല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപിനിയായ ഒരു സഹോദരി ഈശോയുടെ അടുത്ത് വരുന്നു. അവൾ ആരുടെ അനുവാദം ചോദിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവൾ വളരെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയുടെ അടുത്ത് പുറകിൽ വന്ന് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അവൾ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ കാൽപാദങ്ങൾ കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, ആ കാൽപാദങ്ങൾ ചുംബിക്കുന്നു. അവൾ കൈവശം കൊണ്ടുവന്ന സുഗന്ധ തൈലം ആ കാൽപാദങ്ങളിൽ ഒഴിക്കുന്നു. അവൾ എങ്ങനെയൊക്കെ തൻ്റെ സ്നേഹം അല്ലെങ്കിൽ തൻ്റെ അനുതാപം പ്രകടിപ്പിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുകയാണ്. ഇത് മുഴുവനും ഈ ഫരിസേയൻ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ടാവും തീർച്ചയായും, പക്ഷെ ഫരിസേയൻ അദ്ദേഹത്തിൻ്റെ ഭവനം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ ഈശോയുടെ പ്രതികരണം എങ്ങനെയാണ്, ഈ സഹോദരി എന്തൊക്കെയാണ് ചെയ്യുക, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ഫരിസേയൻ്റെ മനസ്സിൽ ചില ചിന്തകൾ വരാൻ തുടങ്ങി. പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ളിൽ വന്ന ചിന്തകളാണ്, മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളാണ്. നമ്മളിങ്ങനെയാണ് വായിക്കുക 39-ാമത്തെ തിരുവചനത്തിൽ. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് അവൾ ചെയ്ത കാര്യങ്ങൾ സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവള് ഒരു പാപിനിയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയം തോന്നുകയാണ്. ഈ യേശു എന്ന് പറയുന്നവൻ, പ്രത്യേകം വിരുന്നിനൊക്കെ ക്ഷണിച്ച് കൊണ്ടുവന്ന ഈ യേശു ഒരു പ്രവാചകനാണോ? ആണെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നോ ഈ സഹോദരിയുടെ പ്രത്യേകതകൾ? ഇവൾ ഇത്രയും പാപം ചെയ്ത് നടന്ന് ലോകം മുഴുവനും പേര് കൽപ്പിച്ചവളാണ്. ഇവളെക്കുറിച്ച് എല്ലാവരും പറയും. കാരണം ഇവൾ അങ്ങനെ ആയിരുന്നു ഇവളുടെ ജീവിതം മുഴുവൻ. എത്ര പ്രാവശ്യം പാപത്തിൽ വീണു എന്ന് ചോദിച്ചാൽ ഈ സഹോദരിക്ക് കൃത്യം പറയാൻ അറിയത്തില്ല. ഇവൾ പിന്നെയും പാപത്തിൽ പിന്നെയും വീണു പോവുകയാണ്. ഇങ്ങനെയുള്ള ഈ സഹോദരിയാണ് വന്ന് നിൽക്കുന്നതെന്ന് ഈശോ ഒരു പ്രവാചകനാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നുവോ? അതാണ് ഫരിസേയൻ്റെ സംശയം. ഫരിസേയൻ്റെ മനസ്സങ്ങ് അസ്വസ്ഥമാകാൻ തുടങ്ങി. പുറത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഉള്ളിൽ വരുന്ന ചിന്തകളാണ്. ഇവൻ പ്രവാചകനാണോ? ഇവളേത് തരക്കാരിയാണെന്ന് മനസ്സിലായില്ലേ? വേറൊരു ചിന്ത ഫരിസേയന്, അടുത്ത ടെൻഷൻ എന്താണെന്നറിയാവോ? ഈ സഹോദരി, ഈ പാപിനിയായ സ്ത്രീ ഈ കാൽപാദങ്ങൾ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഫരിസേയൻ ചിന്തിക്കുന്നു, അങ്ങനെ ചെയ്താൽ ഈ യേശുവും അശുദ്ധനായിട്ട് മാറുകയല്ലേ? പാപം ചെയ്ത വ്യക്തി തൻ്റെ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും അശുദ്ധിയിലേക്ക് നീങ്ങുകയല്ലേ? അപ്പോൾ ഇവൻ്റെ ഉള്ളിലും അശുദ്ധിയുണ്ടോ? ഇവനും പാപിയാണോ? എന്തൊക്കെ ചിന്തകളാണ് ഫരിസേയൻ്റെ മനസ്സ് മുഴുവനും. അതുവരെ ഉണ്ടായിരുന്ന നന്മയുടെ ചിന്തകൾ മുഴുവൻ മാറുന്നു. അവിടെ അങ്ങ് തിന്മ നിറഞ്ഞു വരികയാണ്. പിന്നീട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ മാറും, നമ്മുടെ നോട്ടത്തിൻ്റെ ശൈലി മാറും, നമ്മുടെ എടുപ്പ് നടപ്പ്, നമ്മുടെ വാക്കുകൾ മുഴുവൻ പ്രതികരണങ്ങൾക്കും മാറ്റം സംഭവിക്കാം. ഏതെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വന്നാൽ ഉടനെ നമ്മുടെ ശൈലികളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്നും പറയല, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ ഏത് വഴി കൂടെ പോയത്, നിന്നെ എനിക്കറിയാം, ഒന്നും നമ്മൾ പറയാൻ സാധ്യതയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള മുൻവിധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളൊക്കെ മനസ്സിൽ നിറയാൻ സാധ്യതയുണ്ട്. ഫരിസേയരുടെ മനോഭാവം എന്ന് പറയും. ഫരിസേയ മനോഭാവം നമ്മളിലൊക്കെ എളുപ്പം കാണാവുന്നൊരു ചിന്തയാണ്, അല്ലെങ്കിൽ എളുപ്പം വരാവുന്ന ഒരു ശൈലിയാണ്. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം കുറവ് മാത്രം കണ്ടുപിടിക്കുക. അവരിലുള്ള നന്മ അല്ലെങ്കിൽ അവരിലുള്ള വിശുദ്ധി അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് മനസ്സിലാക്കാൻ പറ്റാതെ ആ കാണുന്ന കാഴ്ചയെ മാത്രം കണ്ട് അതിനെ വിധിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ മുഴുവൻ നെഗറ്റീവ്സും കണ്ട് മാർക്കിടുന്ന അല്ലെങ്കിൽ വിധി കൽപ്പിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു ചിന്ത കൊണ്ട് നമുക്കൊരിക്കലും
ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റുകയില്ല. അത് നമ്മളെ നശിപ്പിക്കും, കൂടെയുള്ളവരെ നശിപ്പിക്കും. സത്യമല്ലേ? അത് നമ്മളെയും തകർക്കും, കൂടെയുള്ളവരെയും തകർക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തും, നശിപ്പിക്കും. കൂടെയുള്ളവരുടെ ആത്മീയതയും തകർക്കാൻ സാധ്യതയുണ്ട്. ഈ ഫരിസേയ മനോഭാവം എന്നിൽ എത്രത്തോളം വേര് പിടിച്ചിട്ടുണ്ടോ അത്രയും ഞാൻ കൃപയിൽ നിന്നും ദൂരെയാണ്, അത്രയും ഞാൻ കൃപയിൽ നിന്ന് അകലെയാണ്. എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് സാധിക്കാതെ പോകും. ഈശോ ഈ ഫരിസേയൻ്റെ മനസ്സ് മുഴുവനും വായിച്ചു. എന്നിട്ട് ഈശോ പെട്ടെന്ന് ഒരു ഉപമ പറയാണ്. നീ എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയല്ലേ? ആ സഹോദരനെയും ഈശോ മാനിക്കുകയാണ്. ഫരിസേയൻ്റെ മനോഭാവം തെറ്റാണെന്നറിയാം, പക്ഷേ അത് ഈശോ ആ സഹോദരനെയും മാനിക്കുന്നു, ആദരിക്കുന്നു, ആ വ്യക്തിത്വത്തെയും അംഗീകരിക്കുന്നു. എന്നിട്ടോ ഒരു ഉപമ പറയാൻ. സഹോദര, ഞാനൊരു ഉപമ പറയട്ടെ. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500, ഒരുത്തിന് 50 ധനാറ കടം ഉണ്ടായിരുന്നു. 2 പേർക്കും വീട്ടാൻ വഴിയില്ല. 2 പേർക്കും കടം കൊടുത്ത് വീട്ടാൻ പറ്റുകയില്ല. അപ്പം ഈ വലിയ ധനവാൻ 2 പേർക്കും കടം ഇളച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്നും തരണ്ടെന്ന് പറയാൻ, തിരിച്ച് പൈസ തരണ്ടെന്ന് പറയാൻ. വലിയ തുകയാണ്, 500 ധനാറ, 50 ധനാറ. 2 പേർക്കും വലിയ സന്തോഷമായി. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ സഹോദരനെ കൂടുതൽ സ്നേഹിക്കുക? ഉടനെ ഈ ഫരിസേയൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അളവ് കിട്ടിയവൻ ആരോ അവനാണ് സ്നേഹിക്കുക. ഈശോ ഉടനെ പറഞ്ഞു, സഹോദര, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, നീ എൻ്റെ കാല് തുടച്ചില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല. ഈ സഹോദരി അതൊക്കെ ചെയ്തു എനിക്ക് വേണ്ടി. അവൾ എന്നെ വല്ലാതെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്നെ അവളുടെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു, അവളുടെ നിരവധിയായ പാപങ്ങൾ ഞാൻ പൊറുത്തിരിക്കുന്നു. ഈശോ പറയുന്നു, ആരധികം സ്നേഹിക്കുന്നുവോ അവരുടെ പാപങ്ങൾ എളുപ്പം ക്ഷമിക്കപ്പെടും. ആരധികം സ്നേഹിക്കുന്നുവോ അവർക്ക് എളുപ്പം ക്ഷമ സ്വീകരിക്കാൻ പറ്റുകയാണ്, അവർക്ക് എളുപ്പം കൃപ സ്വന്തമാക്കാൻ പറ്റുകയാണ്, അവരെളുപ്പം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന കൃപയിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ്. സഹോദരങ്ങളെ, മറ്റുള്ളവർ പിശുക്കരാണ്, അല്ലെങ്കിൽ അവർ വിമർശന സ്വഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ അവർ ചതിയന്മാരാണ്, മറ്റുള്ളവരുടെ പൈസ വഞ്ചിച്ചെടുക്കുന്നവരാണ്, സൽപ്പേര് നഷ്ടപ്പെടുത്തുന്നവരാണ്. ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും നമുക്ക് കാണാൻ പറ്റും. അത് വർണ്ണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ, അവരെ ഇടിച്ചു താഴ്ത്തുന്ന പോലെയുള്ള പ്രതികരണങ്ങൾ കൊടുക്കാനൊക്കെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്യാറുമുണ്ട് നമ്മളിൽ പലരും. പലപ്പോഴും ഒരിക്കലും അവരെഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പോലെ അവരെ ഒരു മൂലയിൽ ഒതുക്കുന്ന പോലെയുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ നമ്മളിൽ പലപ്പോഴും ഉണ്ടായി വരാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പേരുണ്ട് താനും, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് നമ്മൾ പറയുന്നുണ്ട് പോലും. സമൂഹത്തിലൊക്കെ ഉന്നത സ്ഥാനമൊക്കെ ഉണ്ടാവും, എല്ലാവരുടെയും മുമ്പിൽ വലിയ ആളൊക്കെ ആയിരിക്കും. പക്ഷേ കയ്യിലുള്ള പെരുമാറ്റം, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഈ ഫരിസേയ മനോഭാവം കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഈശോ പറയും, മകനെ, ദൈവത്തിൻ്റെ ഭാവം കൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നീ നിറയണമെന്ന് ഇന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ചു തരും. കർത്താവ് എളുപ്പം ക്ഷമിക്കുന്നവനായിരുന്നു, കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരുന്നു, കർത്താവ് ഒത്തിരി അധ്വാനിക്കുന്നവനായിരുന്നു, കർത്താവ് എല്ലാത്തിനെയും സമചിത്തതയോടെ നോക്കിക്കാണുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ പുണ്യങ്ങൾ, ദൈവത്തിലുള്ള എല്ലാ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും എൻ്റെ ജീവിതത്തിലും സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഈശോ ഒരിക്കലും ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. സമരിയാക്കാരി സ്ത്രീ ഓർക്കുന്നില്ലേ? അവൾ വെള്ളം കോരാൻ വന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ മറന്നിട്ടൊന്നുമില്ല. അവൾ നട്ടുച്ചയ്ക്ക് വന്നതിൻ്റെ കാരണം അറിയാലോ? അവൾക്ക് ആരെയും കാണണ്ട, അവളെല്ലാവരിൽ നിന്നും പിന്തിരിഞ്ഞായിരുന്നു. അവൾ ഒരാളോടും അവൾക്ക് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമില്ല, ആരോടും സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അവൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വരികയാണ്. ഈശോ അവളെ സംസാരിച്ച് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന രംഗം നമ്മുടെ മനസ്സിലുണ്ട്. ഈശോ അവളെ വല്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുക. ഈശോ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, 5 പേരുണ്ടായിരുന്നു കേട്ടോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുത്തനുണ്ട്, അവൻ നിൻ്റെ ഭർത്താവല്ല. അവൾ ഞെട്ടിയിട്ടുണ്ട് സത്യത്തിൽ, അവൾ പേടിച്ചിട്ടുണ്ട് സത്യത്തിൽ. അവൾ അതോടുകൂടി അങ്ങ് മാറിപ്പോയി. പാവം ആ പെങ്കൊച്ച്, ആ സഹോദരി, അവൾ വല്ലാണ്ട് അവളുടെ ജീവിതത്തെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ആ സംസാരം മാത്രം മതിയായിരുന്നു അവൾക്ക്. അവളങ്ങ് രൂപപ്പെടുകയാണ്. ഈശോ അവളിൽ വലിയൊരു പ്രേക്ഷിതയെ കാണുകയാണ്. അവളെ ശാസിച്ച് കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞ് അവളെ എന്നേക്കുമായിട്ട് ഓടിപ്പിക്കുകയല്ല ഈശോ ചെയ്തത്. അവൾക്ക് വേണ്ടി, അവളെ നേടിയെടുക്കാൻ വേണ്ടി കുറേ ദൂരം യാത്ര ചെയ്ത് നടന്ന്, അന്നൊന്നും വലിയ വാഹനമൊന്നുമില്ലല്ലോ, എത്ര ദൂരം നടക്കണം ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരൊറ്റ ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് ഈശോ ദൂരങ്ങളോളം നടന്ന് ഇതാ ആ കിണറിൻ്റെ കരയിൽ, യാക്കോബിൻ്റെ കിണറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈശോ തളർന്നിരുന്നു എന്നാണ് പറയണത്. അത്രയും ഈശോ ക്ഷീണിച്ചിട്ടുണ്ട്, അത്രയും നടന്നിട്ടുണ്ട്. ഒറ്റ
ഒറ്റയാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈശോ ആ സഹോദരിയിൽ വലിയൊരു പ്രേക്ഷിതയെ കാണുകയാണ്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ഈശോ അവരെ ആരെയും മാറ്റി നിർത്തുന്നില്ല, ഈശോ അവരെ ആരെയും തള്ളിക്കളയുന്നില്ല, ഈശോ സംസാരിക്കാതിരിക്കുന്നില്ല, പിണങ്ങി നടക്കുന്നില്ല. ഈശോ അവരോട് സംസാരിക്കുന്നു, ഈശോ അവരെ ചേർത്ത് പിടിക്കുന്നു, ഈശോ അവരെ വലിയവരായി കാണുന്നു, അവരെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. നമുക്കറിയാം, പിന്നീട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ സാമരിയാക്കാരി സ്ത്രീയുടെ പേര് ഫോർട്ടിനായി എന്നാണ്. ഇവൾക്ക് 2 മക്കളുണ്ടായിരുന്നു, വിക്ടർ, ജോസഫ്, 2 മക്കള്. നീറോ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് ഈ സഹോദരിയും ഈ 2 മക്കളും രക്തസാക്ഷികളായി. അങ്ങനെയാണ് നമ്മൾ വായിക്കുക, നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ചരിത്രം വായിച്ച് പഠിക്കുമ്പം 3 പേരും രക്തസാക്ഷികളാവുകയാണ്. അവൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറി, അവളുടെ കുടുംബാംഗങ്ങൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ അവൾ ഈശോയിലേക്ക് നയിച്ചു. അവൾ ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ അവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. അവൾ ഈശോയുടെ വലിയൊരു സാക്ഷിയായിട്ട് മാറി. എത്ര പഴയ ജീവിതം, മുൻകാല ജീവിതം എത്ര അഴുക്ക് പുരണ്ടതാണെങ്കിലും, എത്ര തിന്മ നിറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈശോ അതിനെ അങ്ങ് കഴുകി വൃത്തിയാക്കി ഇതൊരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. ഈശോയെ കണ്ടിട്ടുള്ളവർ, ഈശോയോട് സംസാരിച്ചിട്ടുള്ളവർ, ഈശോയെ അറിഞ്ഞിട്ടുള്ളവർ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫരിസയർക്കാകട്ടെ ഇങ്ങനെയുള്ള യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിലില്ല. അവരെല്ലായ്പ്പോഴും കുറവുകൾ കണ്ടുപിടിക്കുന്നു, അവരെല്ലാവരെയും ഇടിച്ചു താഴ്ത്തുന്നു, അവരെല്ലായ്പ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു. ഒരാളെക്കുറിച്ചും ഒരു നല്ലത് പറയാൻ ഫരിസയർക്കാകത്തില്ല. എപ്പോഴും പുച്ഛിക്കുന്ന പോലെയുള്ള സംസാരം. ഓർക്കുന്നില്ലേ, ചുങ്കക്കാരനും ഫരിസയനും പ്രാർത്ഥിക്കാൻ വന്നപ്പം ഫരിസയൻ, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഫരിസയൻ പറഞ്ഞു വെച്ചു, കണ്ടോ കർത്താവേ, ഈ നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ പോലെ അല്ല ഞാൻ. എന്തിനാ അങ്ങനെ പറയാൻ പോയത്? ഉള്ളിലുള്ള ആ മനോഭാവമാണ്, ഉള്ളിലുള്ളതല്ലേ പുറത്തു വരത്തുള്ളൂ. ഫരിസയ മനോഭാവം നമ്മളിലും ചിലപ്പോൾ വരാം. ഞാൻ അവരുടെ പോലെയല്ല, ഞാൻ ഇവരുടെ പോലെയല്ല, ഞാൻ ഉപവസിക്കുന്നുണ്ടല്ലോ, ഞാൻ ത്യാഗം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടല്ലോ, എത്രയൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരെ തളർത്തിക്കളയുന്ന, മറ്റുള്ളവരുടെ ഉന്മേഷം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന, അവരൊരിക്കലും ഉയർന്നു വരാൻ പറ്റാത്ത പോലെ തകർക്കുന്ന വാക്കുകൾ നമ്മളിൽ രൂപപ്പെടാം. ഫരിസയ മനോഭാവമാണ് നമ്മളിൽ വേര് പിടിച്ചിട്ടുള്ളത് എങ്കിൽ ഒന്ന് പരിശോധിക്കണം. എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ടോ, ദൈവത്തിൻ്റെ ഭാവമുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ, അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 8 വർഷങ്ങളോളം കഴിഞ്ഞു. അച്ഛൻ സ്വർഗത്തിലിരുന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ സിസ്റ്റേഴ്സിനെയും വചനപ്രഘോഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയതും സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. സിസ്റ്ററായിട്ട് അധികം നാളായിട്ടില്ല, ജൂനിയർ സിസ്റ്ററായിരിക്കും. നിത്യവ്രത വാഗ്ദാനമൊക്കെ നടത്തുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അന്ന് ജയിൽ മിനിസ്ട്രി ഉണ്ട്. ജയിലുകളിൽ ഓരോ മാസവും ഒരു നിശ്ചിത ദിവസം ഞങ്ങൾ കുറച്ച് സിസ്റ്റേഴ്സ് പോവും, വചനം പ്രഘോഷിക്കും, പ്രാർത്ഥനകൾ നടത്തും, സ്തുതി ആരാധനയൊക്കെ ചെയ്യും, അവർക്ക് വേണ്ടി പാട്ടുകളൊക്കെ പാടും. അങ്ങനെ ഒരു 1.5 ദിവസത്തെ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ അന്ന് ചെറിയ ജൂനിയർ സിസ്റ്റേഴ്സ് ആയിരുന്നിട്ട് പോലും അച്ഛൻ ഓരോരുത്തരെയും തെരഞ്ഞു വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പോയിട്ട് ക്ലാസ് എടുത്തിട്ട് വരണമെന്നൊക്കെ പറഞ്ഞു വിട്ടതും, ഞങ്ങളെ ക്ലാസ്സുകളൊക്കെ അച്ഛൻ വായിച്ചു കേട്ട് തിരുത്തി തന്നതും അതൊക്കെ ഇന്ന് ഓർക്കുന്നു. മറ്റൊരാളെ വളർത്തണമെങ്കിൽ, മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ, മറ്റൊരാളെ കൈപിടിച്ചുയർത്തണമെങ്കിൽ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വഭാവം നിറയണം. മറ്റൊരാൾക്കൊരു കൈത്താങ്ങായിട്ട് മാറണമെങ്കിൽ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണം, ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഫരിസയ മനോഭാവമുള്ളവർക്ക് ഒരിക്കലും മറ്റൊരാളുടെ നന്മ കാണാൻ പറ്റുകയില്ല. മറ്റുള്ളവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ സന്തോഷപ്രകൃതം, അല്ലെങ്കിൽ അവരുടെ സഹായിക്കുന്ന പ്രവണതകൾ, അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കത, അവരുടെ ഹൃദയവിശുദ്ധി ഒന്നും കാണാൻ പറ്റുകയില്ല. കുറവ് മാത്രം. ചില ആൾക്കാരില്ലേ, നമ്മുടെ പുറകെ നടന്നിട്ട് കുറ്റം കുറവ് മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും നമ്മളെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ ക്യാമറ കണ്ണുകൾ പോലെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അവരെങ്ങോട്ടാണ് തിരിയണത്, ആരോടാ മിണ്ടുന്നത്, എങ്ങനെയാണ് ഇടപെടണത്, എന്ത് ജോലിയാണ് ചെയ്യണത്, എപ്പോഴും ശ്രദ്ധിക്കുന്നതും എപ്പോഴും നെഗറ്റീവ് കമൻസ് പറയുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു തരും, ദൈവത്തിൻ്റെ സ്വഭാവം ഹൃദയത്തിൽ നിറയട്ടെ, ദൈവത്തിൻ്റെ ചൈതന്യം മനസ്സിൽ നിറയട്ടെ. നമുക്കറിയാലോ, പീലാത്തോസ് ഈശോയെ വിധിവാചകം കൽപ്പിച്ചപ്പം, കുരിശിൽ തറച്ചു കൊല്ലാൻ വിധി കൽപ്പിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ലോഡിയ ഒരു സന്ദേശം പറഞ്ഞു വിടുന്നുണ്ട്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. സത്യത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അപ്രമാണിക ഗ്രന്ഥമായ പത്രോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ക്ലോഡിയ ആ ദിവസത്തിൽ കണ്ട ഒരു സ്വപ്നം ഇങ്ങനെയാണ്. വലിയൊരു ജനക്കൂട്ടം നിൽക്കുകയാണ്. ആ ജനക്കൂട്ടം മുഴുവൻ വിശ്വാസ പ്രമാണം അവർ ഉറക്കെ ഇങ്ങനെ ഏറ്റുചൊല്ലുകയാണ്.
പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇങ്ങനെ ജനം മുഴുവൻ ആർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഈ ക്ലോഡിയ സ്വപ്നത്തിൽ കാണുകയാണ്. ഉടനെ സ്വപ്നത്തിൽ നിന്ന് ഈ സഹോദരി ഞെട്ടി എഴുന്നേറ്റു. മനസ്സിലൊരാഗ്രഹം തോന്നി, എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും ലോകാവസാനം വരെയും മോശപ്പെട്ട ഒരു ജഡ്ജിയായിട്ട് മാറല്, ഈശോയെ കുരിശിൽ തറച്ചവൻ എന്ന പേരിന് കാരണമായി തീരാൻ എൻ്റെ ജീവിത പങ്കാളി ഇടയാകല്ല്. അതുകൊണ്ട് തന്നെ ഈ സഹോദരി വേഗം ഒരു കുറിപ്പ് എഴുതിയിട്ട് കൊടുത്തു വിടുകയാണ്, ജീവിത പങ്കാളിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. സത്യത്തിൽ ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നു എന്നാണ് ആ അപ്രമാണിക ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു, ഈ പീലാത്തോസ് ഈശോയുടെ മരണശേഷമൊക്കെ മാനസാന്തരത്തിലേക്ക് വരികയാണ്. എത്യോപ്യൻ സഭയുടെ ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ, എത്യോപ്യൻ കോപ്റ്റിക് സഭയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയയും അവർ രണ്ടുപേരും ഈശോയുടെ മരണശേഷം മാനസാന്തരത്തിലേക്ക് വന്ന് അവർ രണ്ടുപേരും ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. എത്യോപ്യയിൽ വന്നു, സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുന്നു. അവരുടെ സഭയുടെ, എത്യോപ്യൻ സഭയുടെ ചരിത്രത്തിൽ നോക്കിയാൽ സഭാപിതാക്കന്മാരിൽ 4ഉം 5ഉം സ്ഥാനങ്ങൾ ഈ പീലാത്തോസും ഭാര്യയുമാണ് ആ സ്ഥാനങ്ങൾ അലങ്കരിക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കാരെയും വിധിക്കാൻ പറ്റിയല്ല. നമുക്കാരെയും ഒറ്റ നോട്ടത്തിൽ ഒരു പ്രതികരണം കണ്ടു, അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിൻ്റെ ശൈലി കണ്ടു, അതോടുകൂടി ആ ആൾ തീർത്തും മോശമാണെന്നോ ആ ആൾ തീർത്തും പാപിയാണെന്നോ നമുക്കങ്ങനെ മുദ്ര കുത്താൻ പറ്റുകയില്ല. അവരുടെ മനസ്സെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവരെ ഇനി എങ്ങനെയാണ് ഈശോ രൂപപ്പെടുത്താൻ പോകുന്നത് അത് നമുക്കറിയത്തില്ലല്ലോ. അവരെങ്ങനെയാണ് ഈശോ ഇനി നയിക്കാൻ പോകുന്നത് നമുക്കൊരു പ്ലാനും നമ്മുടെ കൈകളിലില്ല. ഒരാളെയും വിധി കൽപ്പിച്ചേക്കല്ല്, മാറ്റി നിർത്തിയേക്കല്ല്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നല്ല ദൈവം നമ്മളെ സഹായിക്കണം. നമുക്കതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും വേണം. നമുക്കറിയാം, സാവൂള് എത്രയോ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുണ്ട്, എത്ര മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്ത് ഉല്ലാസമായിരുന്നു സാവൂളിന്. അവർ ഓരോരുത്തരെയും കൊല്ലുമ്പോൾ, കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അല്ലെങ്കിൽ പല രീതിയിൽ വേദനിപ്പിച്ച് കൊല്ലുമ്പോഴൊക്കെ സാവൂള് വളരെ ഉത്സാഹത്തോടെ അതൊക്കെ നോക്കിക്കണ്ടും അവരെ ധൈര്യപ്പെടുത്തിയും മുന്നോട്ട് പോകാൻ ആവേശം കൊടുത്തൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സാവൂള്. ആ സാവൂളാണ് പൗലോസായി മാറിയത്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രഘോഷകനായിട്ട് മാറുന്ന എത്ര സഭകളെയാണ് നമ്മുടെ പൗലോസ് രൂപപ്പെടുത്തിയത്. റോമിൽ, കൊറിന്തിൽ, എഫേസോസിൽ, ഗലാത്തിയയിൽ എത്ര കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്തു. എത്ര ആയിരക്കണക്കിന് മക്കളെ പൗലോസ് ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്തു. ഒത്തിരി സഹിച്ചു, ഒത്തിരി വില കൊടുത്തു, ഒത്തിരി അധ്വാനിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. വേദനകളുടെയൊക്കെ കണക്കുകൾ ഇടയ്ക്ക് പറയുന്നത് നമുക്ക് കേൾക്കാം. കപ്പൽ അപകടത്തിൽപ്പെട്ടു, പട്ടിണി കിടന്നു, അടി കൊണ്ടു, ജയിലിൽ കിടന്നു, നഗ്നനാക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളും പൗലോസ്ലീഹ പറയുന്നുണ്ട്. പക്ഷേ പൗലോസ്ലീഹയുടെ ഉള്ളിലെ ആ ആവേശം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ആവേശം, അത് തീർന്നു പോയിട്ടില്ലായിരുന്നു. സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേര് സാവൂളിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പേര് സാവൂളിനെ വെറുത്തിട്ടുണ്ട്. ഇവനൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും ആ മനുഷ്യർ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും ക്രൂരമായിട്ട് സാവൂൾ പെരുമാറിയിരുന്നു. സാവൂളിനെ പൗലോസാക്കിയ മാറ്റിയ കർത്താവിന് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയൊക്കെ മാറ്റിമറിക്കാൻ, ദൈവ സ്വഭാവമുള്ളവരാക്കി മാറ്റാൻ സാധിക്കല്ലേ? നമ്മുടെ ഉള്ളിൽ വരുന്ന ഫരിസായ മനോഭാവം നമുക്ക് മാറ്റിവെക്കണം. എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുവോ, എത്രയധികം സ്നേഹം നിറയുന്നുവോ അത്രയും ദൈവസന്നിധിയിൽ ക്ഷമ കിട്ടുകയാണ്. സ്നേഹിക്കും തോറും ക്ഷമ കിട്ടും. സ്നേഹം ഉള്ളിൽ നിറച്ചുള്ളവർക്ക് ക്ഷമ കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. എത്ര വലിയ പാപിയാണെങ്കിലും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് ക്ഷമ കിട്ടുകയല്ലേ? ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട്ടിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് എൻ്റെ ആങ്ങള ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് വൈകുന്നേരം 6:30 ബസ്സിന് അമ്മ തിരിച്ചു വരുന്നതാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആങ്ങള അവൻ ഈ മെഷീനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ്. അന്ന് അമ്മ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് മമ്മി തയ്ക്കുന്ന മെഷീൻ വീട്ടിലുണ്ടായിരുന്നു. ഇവൻ ആ മെഷീൻ മുഴുവൻ അഴിച്ചു പെറുക്കി, അത് സർഫൊക്കെ എടുത്ത് കഴുകി തുടച്ച്, നല്ല വെള്ള തോർത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് തുടച്ച് അങ്ങ് ക്ലീൻ ചെയ്യാൻ. അത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് 6:30 ബസ് മമ്മി എത്തുന്നതിന് മുൻപ് ഇവൻ അത് വീണ്ടും റീഫിറ്റിംഗ് ആരംഭിക്കുകയാണ്. അത് വീണ്ടും എല്ലാം ശരിയാക്കി വെച്ച് എല്ലാം കഴിഞ്ഞു, എല്ലാം ശരിയായി എന്ന് തോന്നിയപ്പം പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. എന്താണെന്നറിയാവോ? ഒരു കപ്പ് നട്ടും ബോൾട്ടും മുഴുവനും ബാക്കി. ഇതെവിടെ കൊണ്ടുവെക്കണമെന്ന് അവനറിയത്തില്ല. ഇവന് മനസ്സിലായി, ഇന്ന് അമ്മ വരുമ്പോൾ നല്ല പോലെ അടി കിട്ടും, നല്ല പോലെ പ്രശ്നം ഉണ്ടാവും, വഴക്ക് കേൾക്കേണ്ടി വരും. അമ്മ 6:30 ബസ്സിന് വന്നു. ഞങ്ങളെല്ലാവരും എരിവ് കയറ്റാൻ തുടങ്ങി. നിനക്ക് ടിപ്പ് കിട്ടും, നിനക്ക് ടിപ്പ് കിട്ടും. ഞാൻ ഓർക്കുന്നു, ഇവൻ അമ്മ വന്നപ്പം
അന്ന് ആ ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. അതുവരെ പോകാത്തവൻ അന്ന് ആദ്യമായിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലുന്നു. മമ്മിയോട് ബാഗൊക്കെ വാങ്ങാൻ ചോദിക്കുന്നു. ഞാൻ പിടിക്കാം മമ്മി ബാഗ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ മമ്മിയുടെ വട്ടവും ചുറ്റും കുറേ പ്രാവശ്യം അങ്ങോട്ട് നടക്കുകയാണ്. ചുമ്മാ മമ്മി മമ്മി എന്നങ്ങ് വിളിക്കുകയാണ്. മമ്മിക്ക് എന്തോ പന്തികേട് തോന്നി. എന്നാടാ പ്രശ്നം, നീ എന്താ ഒപ്പിച്ചു വെച്ചത് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അതെ എന്നെ വഴക്കൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ ഇങ്ങനെ മമ്മി അത് വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അത് മുഴുവൻ ഗ്രീസായിരുന്നു, അത് മുഴുവൻ എണ്ണയായിരുന്നു, ഓയിലായിരുന്നു, ഞാനത് മുഴുവൻ കഴുകിയിട്ടുണ്ട്, അത് മുഴുവൻ വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഇച്ചിരി നട്ടും ബോൾട്ടും ബാക്കി വന്നിട്ടുണ്ട്, അത് എവിടെ വെക്കണമെന്ന് എനിക്കറിയത്തില്ല. മമ്മി അങ്ങ് ചിരിച്ചുപോയി. സത്യത്തിൽ ഇവൻ്റെ അവതരണത്തിൽ മമ്മി വീണ് പോയതാണ്. അല്ലെങ്കിൽ അന്ന് അവന് നല്ല പോലെ അടി കിട്ടുമായിരുന്നു, അന്ന് നല്ല പോലെ അവൻ കരയേണ്ടി വരുമായിരുന്നു. ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ, എത്രയധികം സ്നേഹം കൊടുക്കുന്നുവോ അത്രയും ക്ഷമ കിട്ടുകയാണ്. നീ എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയും ക്ഷമ കിട്ടും. ഈശോ എത്ര വലിയ പാപിയാണെങ്കിലും ഒന്ന് ചെന്നിട്ട് ഈശോയുടെ അടുത്ത് ചെന്നിട്ട് നിൻ്റെ സ്നേഹം ഒന്ന് അറിയിച്ചാൽ, നീ ഈശോയുടെ മുമ്പിൽ ഞാൻ സ്നേഹിക്കുന്നു ഈശോ എന്ന് പറഞ്ഞാൽ മതി, അത്രയും മതി. ഈശോ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ രൂപപ്പെട്ടു വരുന്ന ഫരിസേയ മനോഭാവം മുഴുവൻ നമുക്ക് എടുത്തു മാറ്റണം. നമുക്ക് ആരെയും വിധിക്കണ്ട, ആരെയും മാറ്റി നിർത്തണ്ട. എല്ലാവരിലും ഒരു വിശുദ്ധനെ കാണാൻ, എല്ലാവരിലും ഒരു നിഷ്കളങ്കതയുള്ളത്, എല്ലാവരിലും ഒരു ഹൃദയ നൈർമല്യമുള്ളത്, എല്ലാവരിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമുള്ളത് കാണാൻ ഒരു വലിയ ഭാഗ്യം നമുക്ക് കിട്ടട്ടെ. വിശുദ്ധാത്മാക്കൾക്കൊക്കെ ആ വലിയ ജ്ഞാനം കിട്ടിയായിരുന്നു. നമുക്കും വേണം ആ ജ്ഞാനം. ചോദിക്കണം ദൈവത്തോട്, ദൈവമേ, ജീവിത പങ്കാളിയിൽ കാണുന്ന കുറവുകൾ കണ്ടിട്ട് മാറ്റി നിർത്താതെ, സംസാരിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കാതെ, ഒറ്റപ്പെടുത്താനൊക്കെ പ്രേരണ തോന്നുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വീണ്ടും അവരെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ, അവരിലുള്ള വിശുദ്ധരെ കാണാൻ, അവരിലുള്ള നന്മയെ കാണാൻ, അവരിലുള്ള കൃപയുടെ പ്രവൃത്തികളെ കാണാൻ ഒരു തിരിച്ചറിവ് തരണമേ എന്നും, ഫരിസേയ മനോഭാവം ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ എന്നും, ദൈവിക സ്വഭാവം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള വലിയ കൃപ നല്ല ഈശോ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, കുറവുകളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ, പോരായ്മകളിലേക്ക് മനസ്സ് ഉടക്കിപ്പോകാതെ, അവരിലെ നന്മ കാണാൻ, കൂടെയുള്ളവരിലെ വിശുദ്ധി മനസ്സിലാക്കാൻ, കൂടെയുള്ളവരിലെ നിഷ്കളങ്കത തിരിച്ചറിയാൻ, അവർ ഈശോയെ നിന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്വഭാവം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെയും പൊതിഞ്ഞു പിടിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.